വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് നാരായണീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 34-ാം ദശകത്തിലെ 5-ാം ശ്ലോകത്തേക്കാണ്. താതോക്ത്യാ യാതു കാമോ വനം അനുജവതോ സംയുതശ്ചാപധാര പൗരാനാരുധ്യമാർഗേ ഗുഹനിലയഗത ത്വം ജടാചീരധാരീ നാവാസന്തീര്യഗംഗാം അധിപദവി പുനസ്തം ഭരദ്വാജമാരാത് നത്വാ തദ്വാക്യഹേതോ അതിസുഖമവസ ചിത്രകൂടേ ഗിരീന്ദ്രേ. ഓരോ വാക്കുകളിലേക്കും അർത്ഥതലങ്ങളിലേക്കും ആദ്യം ശ്രദ്ധ ചെയ്യാം. താതോക്ത്യ അച്ഛൻ്റെ കൽപ്പനയാൽ, ചാപധാര അനുജവധൂ സംയുതഃ വനം യാതുകാമഃ ത്വം. ധനുർധരനായി അനുജനോടും ഭാര്യയോടും കൂടി വനത്തിലേക്ക് പോകുവാൻ ഇച്ഛിക്കുന്നവനായ അങ്ങ്, മാർഗേ പൗരാൻ ആരുധ്യ വഴിക്ക് വെച്ച് പൗരന്മാരെ പിന്മടക്കി അയച്ചിട്ട്, ഗുഹനിലയഗത ജടാചീരധാരി ഗുഹന്റെ ഗൃഹത്തെ പ്രവേശിച്ച് ജടയും മരവുരിയും ധരിച്ച്, നാവാ ഗംഗാം സന്തീര്യ തോണിയിൽ ഗംഗാനദിയെ കടന്ന്, പുനഃ പിന്നീട് അധിപദവി ആരാധ തം ഭരദ്വാജം നത്വാ വഴിയരികിൽ ആ ഭരദ്വാജ മഹർഷിയെ നമസ്കരിച്ചിട്ട്, തത് വാക്യഹേതു അദ്ദേഹത്തിൻ്റെ വാക്ക് ഹേതുവായി, ചിത്രകൂടേ ഗിരീന്ദ്രേ അതിസുഖം അവസാൻ ചിത്രകൂടമെന്ന പർവ്വതത്തിൽ പരമസുഖമായി വസിച്ചു. അനന്തരം പിതാവിൻ്റെ കൽപ്പനയാൽ ശ്രീരാമദേവൻ അനുജനോടും സീതാദേവിയോടും ഒരുമിച്ച് വനത്തിലേക്ക് പുറപ്പെട്ടു. ഗംഗാനദിയെ കടന്ന് ചിത്രകൂട പർവ്വതത്തിൽ സുഖമായി വസിച്ച വൃത്താന്തത്തെയാണ് ഈ ശ്ലോകം കൊണ്ട് വർണ്ണിക്കുന്നത്. കൈകേയി സ്വഭർത്താവിനാൽ ദത്തമായ 2 വരങ്ങളിൽ ഒന്ന് ഭരതനെ രാജാവായി അഭിഷേകം ചെയ്യണമെന്നും, 2ാമത്തെ വരം കൊണ്ട് ശ്രീരാമൻ 14 വർഷം വനവാസം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. സത്യസന്ധനായ അച്ഛൻ്റെ വാക്ക് അനുസരിച്ച് രാമൻ വനത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. അമ്പും വില്ലും ധരിച്ച് അനുജനായ ലക്ഷ്മണനോടും യുവതിയും അതിസുന്ദരിയുമായ ഭാര്യയോടുകൂടി വനത്തിലേക്ക് തിരിച്ചു. സീതാദേവിയും ലക്ഷ്മണനും കാട്ടിൽ പോകേണ്ട ആവശ്യമെന്ത്? രാമൻ മാത്രം വനത്തിൽ പോകണമെന്നല്ലേ കൈകേയി ദശരഥനോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ എന്ന് ഒരു സംശയം ഇവിടെ വരാം. ഇവിടെ സഹോദരധർമ്മത്തിൻ്റെയും സതീധർമ്മത്തിൻ്റെയും മാതൃകകളാണ് ഇവർ 2 പേരും. ആ സമയം അയോധ്യ നിവാസികളായ സകല ജനങ്ങളും അങ്ങയെ പിന്തുടർന്നു. മാർഗമധ്യത്തിൽ രാത്രി ആയതിനാൽ നിദ്രാധീനരായ ആ പൗരജനങ്ങൾ അറിയാതെ നിന്തിരുവടി അവിടെ നിന്ന് പുറപ്പെട്ടു. ഗംഗാനദി തീരത്തുള്ള പരമഭക്തനായ ഗുഹന്റെ രാജധാനിയായ ശൃംഗിവേരപുരത്തിലെത്തി. അതുവരെ ധരിച്ചിരുന്ന ദിവ്യവസ്ത്രാഭരണങ്ങളെല്ലാം ഉപേക്ഷിച്ച് ജടാധാരിയായി വൽക്കലം എന്നിവയെ ധരിച്ച് ഗുഹനാൽ കൊണ്ടുവരപ്പെട്ട തോണിയിൽ കയറി ഗംഗാനദി കടന്ന് വഴിയരികിലുള്ള ഭരദ്വാജ ആശ്രമത്തിലെത്തിച്ചേർന്നു. ആ മുനിപുങ്കവനെ വന്ദിച്ച് അദ്ദേഹത്തിൻ്റെ വചനം ഹേതുവായി ചിത്രകൂട പർവ്വതത്തെ പ്രാപിച്ചു. അയോധ്യയിൽ വസിച്ചിരുന്നതിനേക്കാൾ പരമസുഖം പൂണ്ട് വസിക്കുകയും ചെയ്തു. ദുഷ്ടനിഗ്രഹത്തെ ചെയ്ത് ധർമ്മം നിലനിർത്തുവാനും ശിഷ്ടജനങ്ങളെ അനുഗ്രഹിക്കുവാനുമായി ലീലാമാനുഷവേഷം ധരിച്ച് ഭഗവത് അവതാരമാണ് ശ്രീരാമചന്ദ്രപ്രഭു. പരമകാരുണികനായ ഭഗവാൻ സ്വയം ഒരു ഉത്തമ മാതൃകാ പുരുഷനായിരുന്നു കൊണ്ട് തൻ്റെ ഓരോ കർമ്മങ്ങളിലൂടെ ലോകർക്ക്
ധർമ്മമാർഗത്തെ ഉപദേശിക്കുക കൂടി ആണ് ചെയ്യുന്നത്. ഒരു ജീവൻ്റെ യാത്രയാണ് രാമായണം. ഇതാണ് രാമായണത്തിൻ്റെ മഹത്വം. രാമായണം ആധ്യാത്മിക അർത്ഥത്തിലെടുത്താൽ നമുക്ക് കാണാം, രാമായണം ഉടനീളം ഒരു സാധനയാണ്, ഒരു സാധകൻ്റെ അവസ്ഥയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ജീവൻ്റെ ലക്ഷ്യമെന്നത് ബ്രഹ്മാനന്ദ പദവിയിൽ എത്തിച്ചേരുകയാണല്ലോ. ഏതേതു മാർഗങ്ങൾ സ്വീകരിച്ചാലാണ് ഒരു ജീവൻ അഥവാ സാധകൻ തൻ്റെ പരമലക്ഷ്യമായ സാന്ദ്രാനന്ദാനുഭൂതി ലഭ്യമാകുക എന്നതിനെ ഇവിടെ വ്യക്തമാക്കി തരുന്നു. ഈ ശ്ലോകം അതിനാൽ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ധാരാളം അർത്ഥവ്യാഖ്യാനങ്ങൾ ഇതിന് ആചാര്യന്മാർ കൽപ്പിക്കുന്നു. കാരണം ഒരു ജീവന്റെ ഗതി മുഴുവൻ ഈ ശ്ലോകത്തിൽ ഓരോ വാക്കുകളിലൂടെ വർണ്ണിച്ചിരിക്കുന്നു. മർത്യശിക്ഷണത്തിനായി അവതരിച്ച ശ്രീരാമദേവൻ മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യം പരമാനന്ദമാണ് എന്ന്, ആ ലക്ഷ്യത്തെ എങ്ങനെ നേടാം എന്നും ഈ ശ്ലോകത്തിലൂടെ കാണിച്ചു തരുന്നു. അതിന് ആദ്യം അനുഷ്ഠിക്കേണ്ടത് ഓരോ പദങ്ങളെ കൊണ്ട് ഇവിടെ പറയുന്നു. ആദ്യ പദം താതോക്തിയ. ഈ പദം കൊണ്ട് അർത്ഥമാക്കുന്നത് നഹ്യതോ ധർമാചരണം കിഞ്ചിതസ്തി മഹത്തരം യഥാ പിതരി ശുശ്രൂഷ തസ്യ വാ വചനക്രിയ എന്നുള്ള പ്രമാണമനുസരിച്ച് പുത്രന്മാർക്ക് പിതൃവാക്യ പരിപാലനത്തേക്കാൾ വലുതായ ധർമ്മം മറ്റൊന്നുമില്ല എന്ന് വ്യക്തമാക്കുന്നു. അച്ഛൻ പറയാതെ തന്നെ അച്ഛനെ അനുസരിക്കുന്നവനാണ് ഉത്തമനായ പുത്രൻ. അച്ഛൻ പറഞ്ഞിട്ട് ചെയ്യുന്നവൻ മധ്യമൻ, അച്ഛൻ പറഞ്ഞാലും ചെയ്യാത്തവൻ അധമൻ, പിത്രോർമലം എന്നെല്ലാം എഴുത്തച്ഛനും വളരെ ഭംഗിയായി വർണ്ണിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ താതൻ എന്ന വാക്കിന് അച്ഛൻ എന്നും ഗുരു എന്നും അർത്ഥമുണ്ട്. ഒരു സാധകൻ ആദ്യം ഗുരു ഉപദേശം നേടണം. ഗുരു ഉപദേശം കൊണ്ട് മാത്രമേ ജീവന് ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. ജീവൻ എത്ര യോഗ്യനാണ് എങ്കിലും ഈശ്വരൻ തന്നെയായി അവതരിച്ചാൽ പോലും ഗുരു ഉപദേശം കൊണ്ട് പരമാനന്ദം അനുഭവിക്കുവാൻ സാധിക്കും. ഇവിടെ താതോക്ത്യ എന്ന വാക്ക് ഗുരോക്ത്യ എന്നതിന് തുല്യമാണ്. ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാൻ തന്നെ പറയുന്നുവല്ലോ, ഗുരോർ അനുഗ്രഹേണേവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ. ഗുരുവിൻ്റെ ഉപദേശത്തിലൂടെ മാത്രമേ ഒരുവൻ പൂർണ്ണ ലക്ഷ്യത്തിലെത്തിച്ചേരുകയുള്ളൂ. ആ ഗുരു ഉപദേശത്തെ നിലനിർത്തുവാൻ സാധകന് 2 കാര്യങ്ങൾ വേണം. അതാണിവിടെ അടുത്ത പദമായി പറഞ്ഞത് അനുജ വധൂ സംയുത എന്ന പദം. സാധകന് സദ്ബുദ്ധിയും ശ്രദ്ധയും വേണം. അനുജവധൂ സംയുത എന്നതുകൊണ്ട് അത്യന്ത ഭക്തിയോടുകൂടി സർവാത്മന തന്നെ ആശ്രയിച്ചിരിക്കുന്ന പുത്രകളത്രാദികളെ ഉപേക്ഷിച്ചിട്ട് എന്തുതന്നെ ധർമ്മമനുഷ്ഠിച്ചാലും യാതൊരു ഫലവും സിദ്ധിക്കുന്നതല്ല എന്ന് ഉപദേശിക്കുന്നു. ഇവിടെ സീതാദേവി, സീത എന്ന പദത്തിന് സതി എന്നർത്ഥം, സദ്ഗുണപ്രധാനമായ ബുദ്ധി. സീതാദേവി ആശ്രയഭാവമാണ്, ഭക്തിഭാവമാണ്. ജീവൻ്റെ ബുദ്ധിയെ ഭാര്യയായിട്ടാണ് വർണ്ണിക്കുക. പുരഞ്ജനോപാഖ്യാന കഥയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. ബുദ്ധി സദ്ബുദ്ധി ആയാലേ ജീവൻ ലക്ഷ്യത്തിലെത്തുകയുള്ളൂ. സത്വബുദ്ധി ഉണ്ടാവണമെങ്കിലോ ഭക്തിഭാവം വരണം. അതിനായി കൊട്ടാരസുഖങ്ങൾ, ഭോഗസുഖങ്ങൾ വെടിയണം. രാമൻ മാത്രമാണ് ഏകാശ്രയം എന്ന ഭാവം വരണം. ഇവിടെ സീതാദേവി ഭോഗസുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് രാമനെ തന്നെ ആശ്രയമായി കരുതി. ഇനി ലക്ഷ്മണൻ ശ്രദ്ധാഭാവമാണ്, ബുദ്ധിയുടെ ഏകാഗ്രതയാണ്. ഗുരു ഉപദേശം കിട്ടിയാലും അത് പ്രാവർത്തികമാക്കുവാൻ ബുദ്ധിയും ശ്രദ്ധയും, അതായത് ഏകാഗ്രത വേണം. അതാണ് ഉറങ്ങാതെ കാത്തു സംരക്ഷിച്ചു എന്ന് പറഞ്ഞതിൻ്റെ സാങ്കത്യം. എപ്പോഴും ഉണർന്നിരിക്കുന്ന ബുദ്ധിയാണ് ലക്ഷ്മണൻ. അതുമാത്രമല്ല, ബുദ്ധി മറ്റു വിഷയങ്ങളെ ഉപേക്ഷിക്കേണ്ടി വരും ലക്ഷ്യപ്രാപ്തിക്കായി. അതിനാൽ കഥയിൽ നമുക്ക് കാണാം, ലക്ഷ്മണൻ സ്വന്തം ഭാര്യയായ ഊർമിളയെ വിട്ടുപിരിഞ്ഞിരുന്നു എന്ന കാര്യം. അതായത് ബുദ്ധി
മറ്റു വിഷയങ്ങളെ വിട്ട് ഈശ്വരനെ തന്നെ ആശ്രയിക്കുവാനുള്ള ശ്രദ്ധ വരണം. എന്നാലേ ജീവൻ ലക്ഷ്യത്തിലെത്തൂ. സദ്ബുദ്ധിയോടുകൂടി ശ്രദ്ധയോടുകൂടി പ്രവർത്തിച്ചാലേ ജീവന് ലക്ഷ്യത്തിലെത്തുവാൻ കഴിയും. ഇതിനെ സൂചിപ്പിക്കുകയാണ് അനുജവധൂ സംയുത എന്ന പദപ്രയോഗം കൊണ്ട്. മൂന്നാമതായി ചാപധാര. ഈ പദപ്രയോഗം കൊണ്ട് പ്രാണസന്ധാരണത്തിന് അത്യന്തോപയുക്തങ്ങളായ പദാർത്ഥങ്ങളെ മാത്രമേ പരിഗ്രഹിക്കാവൂ എന്ന് സൂചിപ്പിക്കുന്നു. അതിൽ കൂടുതലുള്ള പരിഗ്രഹം ദുഃഖജനകമാണ്. ഗൃഹസ്ഥനാണ് എങ്കിലും വാനപ്രസ്ഥനാണ് എങ്കിലും ഏതവസ്ഥയിലായാലും ശരി, ആയുധപാണിയായി ഞാൻ ക്ഷത്രിയധർമ്മം അനുഷ്ഠിക്കുന്നത് പോലെ ഏതവസ്ഥയും സ്വധർമ്മം തന്നെ അനുഷ്ഠിച്ചു കൊള്ളേണ്ടതാകുന്നു എന്ന് ഉപദേശിക്കുന്നു. ചാപധാര. ചാപം മാത്രം ധരിച്ചു, മറ്റെല്ലാം ഉപേക്ഷിച്ചു. അപ്പോൾ എന്താണ് ചാപം? ശരം അയക്കുവാനുള്ള ഉപകരണം. ജീവന് ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യണമെങ്കിൽ ശക്തി വേണം. വില്ല് ഇല്ലെങ്കിൽ അമ്പയക്കുവാൻ സാധിക്കുകയില്ലല്ലോ. ചാപം അഥവാ വില്ല് എന്നത് കർമ്മമാണ്. കർമ്മം കൊണ്ട് മാത്രമേ ഈശ്വരനിൽ എത്തൂ. കൊട്ടാരത്തിലെ മറ്റ് ആയുധങ്ങളൊന്നും ധരിച്ചില്ല, ചാപം മാത്രം ധരിച്ചു. അർത്ഥം, മനസ്സിനെ ഏകാഗ്രമാക്കി ലക്ഷ്യത്തിൽ മാത്രം ഉറപ്പിച്ചു. മറ്റുള്ളവയെല്ലാം പരിത്യജിച്ചു. ഏത് ധർമ്മമാണോ തന്നിൽ നിക്ഷിപ്തമായിട്ടുള്ളത് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണം. നാലാമതായി പൗരാൻ ആരുധ്യമാർഗേ. ഈ പദത്തിൽ നിന്ന് സമ്പൂർണ്ണ വൈരാഗ്യം സിദ്ധിച്ചിട്ടില്ലാത്തവർ, കേവലം ഭക്തി കൊണ്ട് മാത്രം തന്നെ അനുഗമിക്കുന്നവരായ ഗൃഹസ്ഥന്മാർ വനവാസത്തിന് അധികാരികളായി തീരുന്നില്ല. അവർ നഗരം ഉപേക്ഷിക്കുന്ന പക്ഷം അവരുടെ ഗൃഹസ്ഥധർമ്മത്തിനും പുത്രകളത്രാദി പരിപാലനത്തിനും ഹാനി ഭവിക്കും. അതിനാൽ അവർ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ഗൃഹസ്ഥധർമ്മം ശരിയായി പരിപാലിക്കുന്നതാണ് ഉത്തമമെന്ന് ഉപദേശിക്കുന്നു. ഒരു സാധകൻ തൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കി സാധന ചെയ്യുവാൻ ഒരുങ്ങുമ്പോൾ ധാരാളം വിഷയങ്ങൾ അയാളെ പിടിച്ചു വലിക്കും, പല വിധത്തിൽ തടസ്സങ്ങളെ സൃഷ്ടിക്കും. അതായത് ഈശ്വരനിലേക്കുള്ള പ്രയാണത്തിലേക്ക് ജീവന് അനേകം തടസ്സങ്ങൾ നേരിടേണ്ടി വരും. അവ നമ്മെ പിടിച്ചു വലിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും. രാമായണത്തിൽ നമുക്ക് കാണാം, ജനങ്ങൾ രാമൻ്റെ വനയാത്രയെ അറിഞ്ഞ് ദുഃഖം സഹിക്കുവാൻ വയ്യാതെ കരയുകയാണ്. ഈ ദുഃഖം കണ്ട് സഹതാപം തോന്നിയെങ്കിൽ രാമന് ഒരിക്കലും വനത്തിലേക്ക് പോകുവാൻ സാധിക്കുമായിരുന്നില്ല. രുക്മിണി ദേവി ഭഗവാനെ ലഭിക്കുവാനുള്ള സന്ദേശം കൊടുക്കുമ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ ഇപ്രകാരം പറയുന്നു: എന്തെല്ലാം തടസ്സങ്ങൾ വന്നാലും ശതജന്മഭിസ്യാത്, 100 ജന്മം കഴിഞ്ഞാലും എൻ്റെ ഭഗവാനെ തന്നെ പ്രാപിക്കുമെന്ന്. ജീവന് ഈ നിശ്ചയബുദ്ധി വരണം, എങ്കിൽ മാത്രമേ ലക്ഷ്യത്തിലെത്തുവാൻ കഴിയുകയുള്ളൂ. അതിസുഖം, അതായത് സാന്ദ്രാനുഭൂതി കൈവരുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ എല്ലാവർക്കും ഈ മാർഗം സാധ്യമാവില്ല. വിഷയങ്ങളിൽ ആസക്തിയുള്ളവർക്ക് ഈ മാർഗം തീരെ സാധിക്കില്ല. രാമൻ ജനങ്ങളെ കൂടെ കൂട്ടിയിരുന്നെങ്കിലോ കാട് നാടായി മാറിയേനെ. വിഷയങ്ങൾ നമ്മെ പിടിച്ചു വലിക്കും, പല പ്രലോഭനങ്ങളുണ്ടാകും. അതിലൊന്നും പെടാതെയിരുന്നാൽ മാത്രമേ ആ ജീവൻ ലക്ഷ്യത്തിലെത്തുകയുള്ളൂ. പൗരാൻ ആരുധ്യമാർഗേ. ഇനി അഞ്ചാമതായി ഗുഹനിലയഗത എന്നതുകൊണ്ട് ഒരു സാധകന് ഭേദബുദ്ധി പാടില്ല എന്ന് സൂചിപ്പിക്കുന്നു. ഇതും സാധനയുടെ ഒരു ഘട്ടമാണ്. ബ്രാഹ്മണനായിരുന്നാലും ചണ്ടാളൻ തന്നെ ആയാലും വർണ്ണഭേദമെന്നീ ഭഗവാൻ സകല ഭക്തജനങ്ങളെയും ഒന്നുപോലെ കടാക്ഷിക്കുന്നവനാണെന്നറിയണം. സർവം ബ്രഹ്മമയം ജഗത് എന്ന നില സ്വീകരിക്കണം. രാമലക്ഷ്മണന്മാർ ഗുഹന്റെ നിലയത്തിലെത്തിച്ചേർന്നു. ഗുഹൻ എന്ന കടത്തുകാരൻ. ഭഗവത്ഗീതയിൽ നമുക്ക് കാണാം, ഭഗവാൻ കടത്തുകാരനായാണ്. കൈവർത്തക കേശവ എന്ന് പറയുന്നുണ്ട്. സംസാരസാഗരം കടത്തിവിടുന്ന കടത്തുകാരനാണ് അവിടെ. ഇവിടെയും ഗംഗാനദി കടത്തിവിടുവാൻ ജിജ്ഞാസാരൂപിയായ ഗുഹൻ വരുന്നു. സാധകന് ശരി ഗംഗയെ കടക്കുവാൻ സാധ്യമല്ല. അതിനാൽ സാധകൻ
ഭേദബുദ്ധി ഉപേക്ഷിച്ചവനാകണം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എല്ലാവരിലും സമഭാവനയുള്ളവനാകണം സാധകൻ. ഉദ്ധവരോട് ഭഗവാൻ പറയുന്നു ഭാഗവതത്തിൽ, അക്രോരി ക്രൂരകേ ചൈവ സമദൃക് പണ്ഡിതോ മതി എന്ന്. ക്രൂരനോ അക്രൂരനോ ആകട്ടെ, ആരാണോ എല്ലാവരിലും സമഭാവന കാണുന്നത് അവനാണ് പണ്ഡിതൻ. ആചാര്യസ്വാമികൾ ഒരിക്കൽ കാശിയിലെത്തിയപ്പോൾ ചണ്ടാളനോട് മാറി നിൽക്കുവാൻ പറഞ്ഞില്ലേ? അപ്പോൾ ചണ്ടാളൻ ചോദിക്കുന്നുണ്ട്, അങ്ങ് ആരോടാണ് മാറാൻ പറഞ്ഞത്? ശരീരമാണ് മാറ്റാൻ പറഞ്ഞത് എങ്കിൽ നമ്മൾ രണ്ടുപേരുടെയും ശരീരം ഒരേപോലെ പഞ്ചഭൂതാത്മാവും കൊണ്ട് ഉണ്ടാക്കപ്പെട്ടവയല്ലേ? ഇനി ജീവനാണ് എങ്കിൽ ഒരേ ജീവൻ തന്നെയല്ലേ എല്ലാത്തിലും? പിന്നെ ആരോടാണ് അങ്ങ് മാറാൻ പറഞ്ഞത്? അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, ചണ്ടാലോസ്തു സതോ ദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. ചണ്ടാളനാണ് എങ്കിലും ബ്രാഹ്മണനാണ് എങ്കിലും എല്ലാം എൻ്റെ ഗുരുവാകുന്നു എന്ന്. സാധന രണ്ട് വിധത്തിലാണ്: ആന്തരിക സാധന, ബാഹ്യസാധന എന്നിങ്ങനെ. ആന്തരിക സാധന എന്നാൽ നമ്മിലുള്ള ബ്രഹ്മസ്വരൂപത്തെ നിരന്തരം ധ്യാനിക്കുക, അഹം ബ്രഹ്മ എന്നറിഞ്ഞ് നിരന്തരം ഉപാസന ചെയ്യുക. ഇത് സാധ്യമല്ലാത്തതിനാൽ ബാഹ്യവസ്തുക്കളെയെല്ലാം ഈശ്വരനായി കാണുക. ഇതാണ് ഗീതയിലും ഭാഗവതത്തിലും വിശദമാക്കി തരുന്ന വിഭൂതിയോഗം. ഒരു സാധകന് ആന്തരിക സാധനയോടൊപ്പം ബാഹ്യമായ സാധനയും വേണം. ഇതാണ് ഗുഹനിലയഗത. ഗുഹം എന്നാൽ ഗുഹ്യം. എല്ലാത്തിലും ഒളിച്ചിരിക്കുന്ന ഈശ്വര സ്വരൂപത്തെ കാണണം. ഗീത പറയും, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേർജുന തിഷ്ഠതി. എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയമാകുന്ന ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന ഈശ്വരനെ കാണുക. ഇതാണ് ഗുഹനിലയഗത. സമന്തക കഥയിൽ കാണുന്ന ജാംബവാന്റെ ഗുഹ ഇതാണ്. ഓരോ ശരീരങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന ആത്മസ്വരൂപത്തെ അറിയണം. ഇതാണ് ഗുഹനിലയഗത. ഇനി ആറാമതായി ജടാചീരധാരി എന്ന പ്രയോഗം കൊണ്ട് ദിവ്യവസ്ത്രാലങ്കാരാദികളിൽ എന്നതുപോലെ ജടാചീരാദികളിലും സമമായ ചിത്തവൃത്തിയോടുകൂടി വർത്തിക്കണമെന്ന് ഉപദേശിക്കുന്നു. സമലോഷ്ടാശ്മകാഞ്ചന എന്ന് ഭഗവത്ഗീതാ പ്രയോഗം. ഒരു സാധകൻ മണ്ണാങ്കട്ടയിലും സ്വർണ്ണക്കട്ടയിലും മനസ്സിനെ ഒരേ നിലയിൽ വർത്തിക്കുവാൻ ശ്രമിക്കണം. ബാഹ്യമായ വിഷയങ്ങളിൽ ആസക്തി ഉണ്ടാകരുത് ഒരു സാധകന്. മനസ്സ് ഏകാഗ്രത വന്നതുകൊണ്ടായില്ല വിഷയങ്ങളിൽ ആസക്തി വരരുത്. ജീവന് കാട്ടിൽ പോയാലും അവിടെയുള്ള വിഷയങ്ങളിൽ നിന്ന് സുഖം ലഭിച്ചേക്കും. അതിലൊന്നും ആഗ്രഹമില്ലാതെ ശരീരധർമ്മങ്ങളിൽ പോലും ആസക്തിയില്ലാതെ ഇരിക്കുക ഒരു സാധകന് ആവശ്യമായ ഘടകമാണിത്. ജടാചീരധാരി സാധകൻ ബാഹ്യമായ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നതിനോടൊപ്പം ആന്തരികമായ വ്രതാനുഷ്ഠാനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടേയിരിക്കണം. മനസ്സ് ഏതു നിമിഷവും വിഷയങ്ങളിൽ വീണുപോവാം. അതിനാൽ സാധകന് വ്രതശുദ്ധി വേണം. ഈ വ്രതശുദ്ധിയാണ് ജടാചീരധാരി. ബാഹ്യമായ സുഖങ്ങൾ ഉപേക്ഷിക്കലാണ് ആദ്യം വേണ്ടത്. ജട മരവരി ഉടുത്ത് തപസ്സിലേർപ്പെടണം. തപസ് കൊണ്ട് ജ്ഞാനമുണ്ടാവും. തപസ്സാണ് ജടാചീരധാരി. കേവലം ജടധരിക്കലല്ല, വ്രതാനുഷ്ഠാനമാണ്, സാധനാവ്രതമാണ് ജടാചീരധാരി. ഇനി ഏഴാമതായി നാവാം സന്ദീര്യ ഗംഗാം. ഈ പദപ്രയോഗം കൊണ്ട് സാധകൻ നിത്യകർമാനുഷ്ഠാനങ്ങൾക്ക് ലോപം വരുത്തരുത് എന്ന് സൂചിപ്പിക്കുന്നു. സാധകൻ അനുഷ്ഠിക്കേണ്ട ധർമ്മമാണ് തോണി. പഴയ കാലത്ത് ഒരു വിശ്വാസമുണ്ട്, കപ്പലിൽ യാത്ര ചെയ്താൽ ഭ്രഷ്ടാകുമെന്ന്. കാരണം കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ സന്ധ്യാവന്ദനാദികൾ അനുഷ്ഠിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ സന്ധ്യാവന്ദനാദികൾക്ക് തടസ്സമല്ലാത്ത ധർമ്മം എല്ലാം നല്ലതാണ്. തോണിയും അതിനാൽ അധർമ്മമാകുന്നില്ല. അതായത് നമ്മുടെ ലക്ഷ്യത്തിന് തടസ്സമല്ലാത്ത ധർമ്മം എല്ലാം നല്ലതാകുന്നു.
ധർമ്മത്തിന് തടസ്സം വരുന്നതെല്ലാം ഉപേക്ഷിക്കുകയും വേണം. ഇതാണ് നാവാം സന്ദീര്യഗംഗാം. മറ്റൊരർത്ഥം, സംസാരസാഗരം കടന്നു പോകണമെങ്കിൽ നല്ല തോണി വേണം. നമ്മുടെ ധർമ്മമാണ് തോണി. ഒരു ധർമ്മവും ചെയ്യാത്തവർക്ക് സംസാരത്തെ കടക്കുവാൻ കഴിയുകയില്ല. സംസാരസാഗരം കടക്കണമെങ്കിലോ മമധർമ്മം അനുഷ്ഠിക്കണം. ഇതാണ് തോണിയാത്ര. കർമ്മമാകുന്ന തോണിയിൽ കയറി അക്കരെ കടക്കണം. അതിന് ജ്ഞാനഗംഗയിലൂടെ സഞ്ചരിക്കണം. എങ്കിലേ പരമലക്ഷ്യത്തിലെത്തൂ. ഇതാണ് മഹാദേവൻ്റെ ശിരസിൽ നിന്ന് ഒഴുകുന്ന ഗംഗ, ജ്ഞാനഗംഗ. ത്രിമൂർത്തികളുമായി ബന്ധമുള്ള ഒരേ ഒരു നദി ഗംഗാനദി മാത്രമാണ്. ബ്രഹ്മദേവൻ്റെ കമണ്ഡലുജലം, മഹാവിഷ്ണുവിൻ്റെ പാദതീർത്ഥം, മഹാദേവൻ്റെ ശിരോഅലങ്കാരം. അതായത് ത്രിമൂർത്തികളുടെ ജ്ഞാനം ഒന്നിച്ചു ചേർന്നതാണ് ഗംഗ. അതിനാലാണ് എല്ലാ നദികളിലും വെച്ച് ഗംഗയ്ക്ക് ഇത്ര പ്രാധാന്യം. നാവാം സന്ദീര്യഗംഗാം എന്നതിൻ്റെ അർത്ഥം ജ്ഞാനമാർഗത്തിലൂടെ സഞ്ചരിക്കണം ഒരു സാധകൻ എന്ന്. ഇനി എട്ടാമതായി ഭരദ്വാജമാരാധനത്വ. ഈ പദപ്രയോഗം കൊണ്ട് ജ്ഞാനം മാത്രമുണ്ടായാൽ പോരാ, പിന്നെയോ സജ്ജനങ്ങളുടെ അനുഗ്രഹം വേണം. ഭരദ്വാജൻ തുടങ്ങിയ ഋഷീശ്വരന്മാരുടെ അനുഗ്രഹം വേണം. എങ്കിൽ മാത്രമേ ലക്ഷ്യപ്രാപ്തിയിൽ സാധകൻ എത്തിച്ചേരൂ എന്ന്. ഒൻപതാമതായി തത് വാക്യഹേതോ. ഈ പദം കൊണ്ട് ഗുരുക്കന്മാരുടെ വാക്കനുസരിച്ച്, അവരുടെ ഉദ്ദേശമനുസരിച്ച് സാധന ചെയ്യണം. ഗുരുജനങ്ങളുടെ വാക്ക് ശിരസാ വഹിക്കേണ്ടതാണ് ഒരു സാധകൻ. ഇങ്ങനെ 9 ഗുണങ്ങൾ വന്നു ചേർന്നാൽ 10ാമതായി കിട്ടുന്നതാണ് സാന്ദ്രാനന്ദമാകുന്ന അവസ്ഥ. അതിസുഖം എന്ന് പറഞ്ഞിട്ടുള്ളതിൽ നിന്ന് സ്വധർമ്മ ആചരണത്തിൽ കൃതകൃത്യരാകുന്ന ഉത്തമ പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന ആനന്ദം അനാദൃശ്യമാണ് എന്ന് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നു. ആധ്യാത്മിക അർത്ഥതലത്തിൽ രാമായണത്തിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാം, തികച്ചും ബ്രഹ്മാനന്ദ പദവിയിൽ എത്തിച്ചേരുവാനുള്ള ഒരു സാധകന്റെ അയനത്തെ. 10ാമതായി ചിത്രകൂടേ ഗിരീന്ദ്രേ അതിസുഖമവസ. ചിത്രകൂടം എന്നാൽ വിചിത്രമായ അനുഭവങ്ങളുടെ തലമാണ്. സാധാരണ ലോകത്തിൽ കിട്ടാത്തതായ അത്യത്ഭുതകരമായ അനുഭൂതിയുടെ തലമാണ് ചിത്രകൂടം. ചിത്രം എന്നാൽ അർത്ഥമാക്കുന്നത് വിചിത്രമായത് എന്നാണ്. സാധാരണ കർമ്മങ്ങൾ കൊണ്ട് കിട്ടുന്ന ആനന്ദമല്ല സാധനാനുഷ്ഠാനങ്ങൾ കൊണ്ട് കിട്ടുന്ന ആനന്ദം. അത് ബ്രഹ്മാനന്ദമാണ്. ആ ചിത്രകൂടത്തിലെത്തിയാൽ പരമാനന്ദം അനുഭവിക്കുവാൻ കഴിയും. ഗുരു ഉപദേശം കൊണ്ട് മാത്രമേ ഇവിടെ എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. ഇതാണ് ഒരു സാധകന്റെ യാത്രയാണ് രാമായണം എന്ന് പറയുവാൻ കാരണം. ചിത്രകൂടേ ഗിരീന്ദ്രേ അതിസുഖമവസ. ചിത്രകൂടം പർവ്വതങ്ങളിൽ ശ്രേഷ്ഠമാണ്. അതായത് ആനന്ദത്തിൻ്റെ പരമകാഷ്ഠ. ഒരു സാധകന് എത്തിച്ചേരുവാൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന നില അതിസുഖമവസ. ഈ അവസ്ഥയിൽ എത്തണമെങ്കിലോ ഒരു ഗുരു ശിഷ്യന് ഉപദേശിച്ച രീതിയിൽ സുമിത്ര ലക്ഷ്മണന് ഉപദേശിച്ച രാമായണത്തിലെ ഏറ്റവും പ്രധാന ശ്ലോകത്തെ ചേർത്ത് വെച്ച് നോക്കണം. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജ അയോധ്യാടവിം വിദ്ധി ഗച്ഛതാദ യഥാ സുഖം. ഇതാണ് രാമായണത്തിലെ മർമ്മപ്രധാനമായ ശ്ലോകം. രാമനെ ദശരഥനായി കാണണം, സഹോദരനെ സ്വന്തം അച്ഛനായി കാണണമെന്ന്, സീതയെ അമ്മയായി കാണണം, അടവിയെ അയോധ്യയായി കാണുക. ഇങ്ങനെ കരുതിയാൽ സുഖമായി വസിക്കാം. അതിസുഖമവസ. 10 തേരുകളെ അഥവാ ഇന്ദ്രിയങ്ങളെ വഹിക്കുന്ന ശരീരമാണ് ദശരഥൻ. 10 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് സഞ്ചരിക്കുന്ന യാത്രികനാണ് ജീവനായ രാമൻ. ശരീരം രഥമാണ് എങ്കിൽ ശരീരത്തിലിരിക്കുന്ന ജീവനാണ് രാമൻ. ആ ശരീരത്തിൽ ജീവനെ നയിക്കുന്ന ശക്തിയാണ് ബുദ്ധി അഥവാ ഭാര്യയായ സീത. ആ രഥത്തെ ലക്ഷ്യത്തിലെത്തിക്കുന്നത് ബുദ്ധിയായ സാരഥിയാണ്.
ബുദ്ധിക്ക് അനുസരിച്ചാണ് ജീവന്റെ ചലനം. നല്ല ബുദ്ധി വേണം ജീവനെ നയിക്കുവാൻ. ഇവിടെ സദ്ബുദ്ധിയായ സീത. അയോധ്യ എന്നാൽ യുദ്ധം ചെയ്ത് ജയിക്കുവാൻ പറ്റാത്ത ഇടം, അതായത് സംസാരമാണ് അയോധ്യ. സംസാരത്തെ യുദ്ധം ചെയ്ത് ജയിക്കുവാൻ പറ്റില്ല. പിന്നെ എങ്ങനെ ജയിക്കും? ഇവിടെ 2 കാര്യങ്ങൾ അറിയണം. എൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവൻ ഈശ്വരൻ തന്നെയാണ്. അതിനെ നേർവഴിക്ക് നടത്തുന്നതും ഈശ്വരനാണ്. ഈ ശരീരവും ഈശ്വരനാണ്. അതായത് ക്ഷേത്രവും ക്ഷേത്രജ്ഞനും ഈശ്വരനാണ് എന്നറിഞ്ഞാൽ സംസാരമാകുന്ന കാട് സുഖമായി കടക്കാം. സംസാരമാകുന്ന സാഗരം സുഗമമായി കടന്നുപോകാം. ഗച്ഛതാദേധാ സുഖം. ഹരിനാമകീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നുവല്ലോ: ഒന്നായ നിന്നയിക രണ്ടെന്നു കണ്ടളവൊരുണ്ടായൊരിണ്ടൽബത മിണ്ടാവതല്ല മമ എന്നിങ്ങനെ. ഈ ഇണ്ടൽ മാറുവാൻ സർവം ബ്രഹ്മമയം എന്ന അനുഭൂതിയിലെത്തണം. ലക്ഷ്മണന് ഇത്രയും സേവാമനോഭാവം വരുവാൻ കാരണം ഈ തത്വം ഗ്രഹിച്ചതിനാലാണ്. രാമൻ ഈശ്വരനാണ്, സീത അമ്മയാണ്, പ്രകൃതിയാണ്. ഈ സംസാരം ഒരു കാടാണ്. ഈ കാടിനെ ജയിക്കുവാൻ ഒരേ ഒരു മാർഗം സർവം ബ്രഹ്മമയം എന്നറിയുക. ഗച്ഛതാദേധാ സുഖം, അതിസുഖമവസ. ഒരു ജീവന്റെ ഗതി മുഴുവൻ ഈ ശ്ലോകത്തിലൂടെ വിവരിച്ചിരിക്കുന്നു. അനേകം അർത്ഥതലങ്ങൾ ആചാര്യന്മാർ ഈ ശ്ലോകത്തിന് നൽകിയിരിക്കുന്നു. 9 ഭക്തിലക്ഷണങ്ങൾ, അതായത് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യമാത്മനിവേദനം, ഇങ്ങനെയുള്ള 9 ഭക്തിലക്ഷണമായും ഈ ശ്ലോകാർത്ഥത്തെ പറയുന്നു. മറ്റൊരർത്ഥം അതിസുഖമവസേ ചിത്രകൂടേ ഗിരീശേ എന്നതിന് ചിത്രകൂടമെന്നാൽ അനേക നാമരൂപങ്ങളുള്ള പ്രപഞ്ചമെന്നർത്ഥം. അവിടെയാണ് അത്യന്ത സുഖമായി സീതാരാമന്മാർ കഴിഞ്ഞത്. അതായത് കൊട്ടാരം ഉപേക്ഷിച്ച രാമൻ കൊട്ടാരത്തേക്കാൾ സുഖമായി വസിച്ചുവത്രേ. ഇവിടെ അറിയേണ്ടത് ജീവാത്മാവും പരമാത്മാവും ചേർന്നതാണ് സീതാരാമതത്വം. സീതാദേവി രാമനോട് കൂടിയിരിക്കുമ്പോൾ സുഖമാണ്. അപ്പോൾ പരമാത്മാവും ജീവാത്മാവും ഒരുമിച്ചിരിക്കുമ്പോൾ അവിടെ പരമാനന്ദം മാത്രമേ ഉള്ളൂ. അതിനെ മാറ്റുകൂട്ടുവാനായി അവർ ഗുരുപദേശം സ്വീകരിച്ചു, താപസ് വൃത്തിയെയും കൈക്കൊണ്ടു. ചുരുക്കത്തിൽ ഈ പ്രപഞ്ചത്തിൽ ജീവാത്മാവിന് സുഖമായി ജീവിക്കുവാൻ 2 കാര്യങ്ങൾ വേണം. 1 പരമാത്മാവുമായി ചേരണം. 2 വിഷയങ്ങളെ ത്യജിക്കുവാനുള്ള ത്യാഗബുദ്ധി അഥവാ വൈരാഗ്യം സമ്പാദിക്കണം. ഗുരു അനുഗ്രഹമുണ്ട്, ആഗ്രഹങ്ങളൊന്നുമില്ല, ദുഃഖസാഗരവും കടന്നു. അപ്പോൾ ആനന്ദ അനുഭവം മാത്രം. ചിത്രകൂടേ ഗിരീന്ദ്രേ അതിസുഖമവസ. ഒരിക്കൽ കൂടി ഈ ശ്ലോകത്തെ ജപം ചെയ്യാം. താതോക്ത്യായാതു കാമോ വനമനുജവതു സംയുതശ്ചാപധാര പൗരാനാരുധ്യമാർഗേ ഗുഹനിലയഗത ത്വം ജടാചിരധാരീ നാവാ സന്ദീര്യഗംഗാ അധിപദവി പുനസ്തം ഭരദ്വാജമാരാത് നത്വാ തദ്വാക്യഹേതോ അതിസുഖമവസ ചിത്രകൂടേ ഗിരീന്ദ്രേ. ഓം തത്സദ്. ഹരി ഓം.